മാവേലിക്കരയുടെ സമീപ പ്രദേശമായ തവളമട. ഇവിടെ അടുത്ത കാലത്തായി രാത്രികാലങ്ങളിൽ ഒരു ഭീകര രൂപം പ്രത്യക്ഷപ്പെടുന്നതായും ആരെങ്കിലും കണ്ടാൽ ആ രൂപം അവരെ അടിച്ചിടുന്നതായും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുവാനും സത്യാവസ്ഥ എന്താണെന്നും അറിയുന്നതിനായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. പകൽ പോലും വിജനമായ തവളമടയിൽ നാട്ടുകാരെ ആരെയും തന്നെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. തികച്ചും വിജനം, ശ്മശാന മൂകത, ആർക്കും പേടി തോന്നുന്ന ഒരു ഭീകര പ്രദേശം. അവസാനം കുറെ നിർബന്ധിച്ചതിന് ശേഷം തവളമടയിലെ ഭീകര നിമിഷങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ ചിലർ തയ്യാറായി. ഞാൻ സ്ഥിരം ഏതാണ്ട് ഒരു 8 മണി സമയത്ത്, രാത്രി 8 മണി സമയത്ത് ഈ തവളമടയുടെ ഭാഗത്തൂടെ പോകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള സൗണ്ടുകളും നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെപ്പോലെ ഒരു ജോലിയും കാര്യങ്ങളും സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അത് നേരിട്ട് കണ്ടതാണ്. അത് നമ്മളാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നമ്മളത് കണ്ടതാണ്. നമ്മൾ കണ്ണിന് നേരിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. മിക്കവാറും ഈ തവളമട ഭാഗത്തുകൂടി നമ്മൾ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ കായംകുളത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യും. മാനേജറല്ല, അതിന്റെ ഓപ്പണിംഗ് ഒന്നും ആയിട്ടില്ല. ഞാനവിടെ പെയിന്റിംഗ് ആണ്. സെക്ഷനോട് ഇന്ന് പേപ്പർ പിടിയായിരുന്നു. വിഷമത്തോട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇപ്പൊ ഈ പരിസരത്ത് ഒരുപാട് യുവാക്കൾ അവിവാഹിതരായിട്ട് കഴിയുന്നുണ്ട്. അത് ഈ തവളമടയെ ബേസ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ആരുടെയും വിവാഹം നടക്കാത്തൊരവസ്ഥ. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പം ഗൾഫിൽ പോയി 5 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. ഒരുപാട് സമ്പാദിച്ച് നമ്മൾ നാട്ടിൽ വന്നൊരു വിവാഹം കഴിച്ച് ജീവിക്കാൻ നോക്കിയിട്ട് നമുക്ക് എങ്ങും പെണ്ണ് കിട്ടാത്തൊരു അവസ്ഥയാണ് ഈ തവളമടയെ സംബന്ധിച്ചുള്ള ഈ ഒരു വിഷയം കാരണം. അപ്പം 10-20 വീടുകളിൽ ഞാൻ പെണ്ണ് കാണാൻ ചെന്നു. അതിൽ ഒരു വീട്ടിൽ എനിക്ക് വളരെ ദുഃഖകരമായ അനുഭവം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നെ കുരിശ് കാണിച്ച് വടിക്ക് പുറത്ത് നിർത്തി. എങ്ങൂന്നും പെണ്ണ് കിട്ടാത്തൊരവസ്ഥ. വളരെ ദുഃഖത്തോട് ചോദിക്കുക, സാറിന് പെങ്ങന്മാർ വല്ലതും ഉണ്ടോ? ഇതാണ് തവളമടയിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെയുള്ളവർക്കിപ്പോൾ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരെ ഞങ്ങൾക്കിവിടെ കാണുവാൻ കഴിഞ്ഞു. ഇരുവശങ്ങളും വെള്ളക്കെട്ട് നിറഞ്ഞ ഈ പ്രദേശങ്ങളിൽ പകൽ പോലും കാല് തെറ്റി വീണ് അപകടമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പ്രേതത്തിന്റെ ശക്തിയാണെന്നാണ് നാട്ടുകാരിൽ ചിലരുടെ വിശ്വാസം. പ്രേതമുണ്ടെന്നുള്ളത് ശരിയാണോ? സ്വന്തം മക്കൾ കരയുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത മാതാപിതാക്കളുള്ള നാടാണ് തവളമടയെന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. ഹലോ ടിസിൻ സാറേ, ഈ തവളമടയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭീകരതയാണ് ഇവിടെ. നമ്മൾ ഒരു വാക്കപ്പാണിക്ക് പോകുന്നൊരു മനുഷ്യൻ, നമ്മൾ നാട്ടുകാർ, ഈ നാട്ടിലെ ഏറ്റവും വലിയ മാന്യൻ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അതായത് ഞാൻ എന്നെപ്പോലെ മാന്യനായിട്ടുള്ളൊരു വ്യക്തി ഇവിടെ വേറെ ഇല്ല. നമ്മൾ ഇച്ചിരി കള്ളു കുടിക്കുമെങ്കിൽ പോലും, പക്ഷെ നാട്ടുകാർക്കൊന്നും അറിയത്തില്ല കേട്ടോ.
എനിക്ക് പോലും അറിയത്തില്ല കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ സംഭവിക്കുന്നതെന്ന്. അപ്പം ഞാനാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറുമ്പോൾ ഒരു ഭീകര രൂപം അവിടെ നിൽക്കുന്നത് കാണും. അപ്പോൾ എന്നെ അങ്ങോട്ട് കാണുക, അത് ഓടി ഒരൊറ്റ പോക്കാം. നമ്മളെ അത് കാണുമ്പോഴത്തേക്ക് ഓടി ഒരൊറ്റ പോക്കം പോകും. അങ്ങനെ 2-3-4-5 ദിവസം ഇങ്ങനെ കണ്ട് സ്ഥിരം ഇതിയാണ് കാണുക. കുറേ വെളിച്ചവും അയാണ്ടൊക്കെ ഇങ്ങനെ ഓടുന്നതും പോലെ ഭീകര രൂപങ്ങളൊക്കെ കണ്ട് ഞാൻ പേടിച്ചു. ഒരു ദിവസം നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ നേർക്ക് ഓടി വന്നിട്ട് എന്നെ അടിച്ചിട്ടിട്ട് അങ്ങ് പോവാം. സത്യം ഇത് മറുത തന്നെ, മറുത. ഇവിടെ രാത്രി ഒരു 8:30-9 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലവാസികളൊക്കെ ഒത്തിരി പേര് ഒരു രൂപത്തെ കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പേടിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ സ്ഥലവാസികളെല്ലാം ആകെ പേടിച്ചിരിക്കുകയാണ്. രാത്രിയിൽ ഇറങ്ങിയ ഒരു ഗേൾസിനെ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ആർക്കും പേടിയാണ്. എനിക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലോ രാത്രി കാലങ്ങളിൽ വെളിയിറങ്ങാനോ ഒന്ന് ഫോൺ വിളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം ഒരു അങ്കലാപ്പിലാണ്, പേടിച്ചിരിക്കുകയാണ്. ഇതാണ് തവളമടയിലെ യുവാക്കളുടെ ഗുരുതരമായ പ്രശ്നം. ഈ പ്രേതശല്യം കാരണം തവളമടയിലെ യുവാക്കൾക്ക് പ്രേമനൈരാശ്യം സംഭവിക്കുന്നു. സ്വസ്ഥമായിരുന്നൊന്ന് ഫോൺ വിളിക്കാൻ പോലും അവർക്ക് രാത്രികാലങ്ങളിൽ കഴിയുന്നില്ല. പ്രേതമോ? എടാ നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലയോ? ഇവിടെ പ്രേതമൊന്നുമില്ല. ഞാൻ വിശ്വസിക്കില്ല. കാര്യം ചുമ്മാ ആൾക്കാർ പറഞ്ഞു പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. പ്രേതമുണ്ടെന്ന് ഇവിടെ 21-ാം നൂറ്റാണ്ടിൽ ആരും വിശ്വസിക്കും പ്രേതമുണ്ടെന്ന്? നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ല. പ്രേതത്തെ പിടിക്കാൻ ഇറങ്ങിയത് എന്ത് ചെയ്യാൻ? അത് നമ്മുടെ വേലായുധന്റെ അനിയനാ. ഈ പ്രേതത്തെ കണ്ട ഒരു ദിവസം ഇങ്ങനെ പോയി പ്രേതത്തെ കണ്ട് ഇങ്ങനെ ആയതാണെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. കുറച്ച് ദിവസമായി, കുറച്ചു നാളായി ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് പോയിട്ട് പുള്ളി. തവളമട പഞ്ചായത്തിലെ പ്രസിഡന്റും ഹൈസ്കൂൾ അധ്യാപകനുമായ ഹരിശ്ചന്ദ്രൻ സാറും പറയുന്നത് ഈ പ്രേതത്തെക്കുറിച്ച് തന്നെയാണ്. നമസ്കാരം. എൻ്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട വോട്ടർമാരൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗൗരവപരമായിട്ടുള്ള കാര്യം. ഇതൊന്നുമല്ല. ഞാൻ ഈ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെയോ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഇതുവഴിയൊക്കെ വരുമ്പോൾ ഏകദേശം സന്ധ്യ കഴിയും, 7-8 മണിയൊക്കെ ആവും. അന്നേരം ഞാൻ ഇതുവഴിയൊക്കെ വരുന്ന സമയത്ത് എൻ്റെ നേരെ മുമ്പിൽ ഒരു 8-10 അടി പൊക്കത്തിലുള്ള ഒരു പൈശാചിക ശക്തി വന്ന് നിന്നിട്ടുണ്ട്. ഞാൻ ഈ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും നിരക്കാത്തൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ അതിനൊന്നും തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല, എന്നെ ഒന്നുള്ളിൽ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടുണ്ട്, പലപ്പോഴും കണ്ടുണ്ട്. വലിയ ഭീകരമായ ഒരു അഗ്നിഗോളം എൻ്റെ നേർക്ക് പാഞ്ഞു നിന്നിട്ടുണ്ട്. ദുഷ്ടശക്തി, ഒരു പൈശാചിക ശക്തി, മാതൃമർദ്ദിയൊന്നുമല്ല. അത് ഞാൻ പറയാം, അതൊന്നുമല്ല. അതിനേക്കാൾ വലിയ ശക്തി അതെൻ്റെ നേരെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടുണ്ട്. ഇത് പലരും കണ്ടുകൊണ്ട് ഇത്. പക്ഷേ ഈ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട്, എൻ്റെ ഈ പഞ്ചായത്ത് നിവാസികളോട്, ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇവിടെ ഇരിക്കുന്ന കാലത്തോളം ഇവരുടെ ഒന്നും ജീവന് ഒരു ആപത്തും ഉണ്ടാകരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവരാരും തന്നെ സന്ധ്യ കഴിഞ്ഞാൽ കഴിവതും വീടിന് വെളിയിറങ്ങരുത്. കഴിവതൊന്നുമല്ല, ആരും ഇറങ്ങരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവന് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലും പഞ്ചായത്തിൻ്റെ നാദന നിലയിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഈ 10 വർഷക്കാലമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ഇവിടെ ഉള്ളതെല്ലാം, എൻ്റെ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാം. ഇവരുടെയൊക്കെ ജീവന് ഒരു ആപത്തുണ്ടാതിരിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലൂടെ ജനങ്ങളത് ബോധവൽക്കരായിക്കൊണ്ട് ആരും തന്നെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാത്തൊരു സ്ഥിതി നിങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നിങ്ങൾ വന്നതിൽ എനിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയുമുണ്ട് നിങ്ങളോട്. നന്ദി. എനിക്ക് ഇത്രയൊക്കെ പറയണം. നന്ദി. തവളമടയിൽ കാണുന്നത് മാടനോ മറുതയോ അതോ മറ്റേതെങ്കിലും ദുഷ്ടശക്തിയോ? അതെന്തു തന്നെയായാലും കണ്ടുപിടിക്കുവാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. പകൽ തന്നെ തിരികെ പോയ ഞങ്ങൾ രാത്രിയോടുകൂടി നാട്ടുകാരും അറിയാതെ തിരികെ വന്നു. ആ രൂപത്തെ ഒരുപാട് പേർ കണ്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിനടുത്തായി ഞങ്ങൾ പതുങ്ങിയിരുന്നു. നല്ല നിലാവുള്ള ഒരു രാത്രിയായിരുന്നു അത്. എങ്കിലും ആരുടെയും കണ്ണിൽപ്പെടാതെ ഞങ്ങൾ കാത്തിരുന്നു. ധൈര്യം സംഭരിച്ചിരുന്നെങ്കിലും മനുഷ്യസഹജമായ പേടി ഞങ്ങൾക്കുമുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. ആ രൂപം ഞങ്ങൾ ശരിക്കും കണ്ടു. പേടിയോടെ, ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു. അതെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ. എങ്ങോട്ട്, എന്ത്? Come to me. Come on, baby. Come to me. പതിയെ ഞങ്ങൾ ആ രൂപത്തിനടുത്തേക്ക് ചെന്നു.
അവന്റെ മുഖമൂടി ഊരണം. അവൻ ആരെങ്കിലും ഉണ്ടോ? അടി വെട്ടണം. അവന്റെ മുഖമൂടി ഊരണം. ഊരി മുഖമൂടി ഊരണമുണ്ട്. എന്താണോ അവന്റെ പഠിച്ച് ഇറോ മുഖമൂടി? അയ്യോ, ഹരിശ്ചന്ദ്രൻ സാറോ? അവന്റെ ഒരു മൊബൈല് ഞാൻ അറിയാതെ എന്റെ പെണ്ണുമ്പുള്ള സിനിമയിലും അഭിനയിച്ചു. ഇതെന്തുകൊണ്ടാ ഇത്? ഇവിടെ എന്നോട് പറയാതെ എപ്പോ പോയത്? ഇത് സിനിമയല്ല, പിന്നെ നിന്റെ ഭാര്യയുടെ കുളിസിനെ ഹരിചന്ദ്രൻ സാറ് പിടിച്ചതാ. എന്റെ ഹരിചന്ദ്രൻ സാറേ, ഹരിചന്ദ്രൻ സാറേ 10 വർഷമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, ഹൈസ്കൂൾ അധ്യാപകൻ, സൽഗുണ സമ്പന്നൻ. ഈ പഞ്ചായത്തിൽ മല്ലന മാളന മാക്രിത്തവളയെന്നൊക്കെ പറഞ്ഞ് ഈ പഞ്ചായത്തിലെ പിള്ളേരുടെ ഉളുതിമ്പിടിയായിരുന്നു. ഇതാണ് കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. ഞങ്ങളിത് ചിത്രീകരിച്ചത് ആരെയും വേദനിപ്പിക്കുന്നതിനോ കളിയാക്കുന്നതിനോ വേണ്ടിയല്ല, മറിച്ച് ഇത്തരം ഹരിശ്ചന്ദ്രന്മാർ സൃഷ്ടിക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ ദുഃഖിക്കുന്നതും ഭയക്കുന്നതും പാവം ജനങ്ങളാണ്. വിവാഹപ്രായം കഴിഞ്ഞ മക്കളുടെ വിവാഹ ആവശ്യത്തിനു വേണ്ടിയോ ഗുരുതര രോഗാവസ്ഥയിൽ കഴിയുന്ന ഒറ്റവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ സ്വന്തം കിടപ്പാടം പോലും വിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. ആരുവരും ഇങ്ങനെയുള്ള സ്ഥലം വാങ്ങിക്കുവാൻ വന്നാലോ തുച്ഛവിലയും. ഇതുകൊണ്ട് നേട്ടം ഭൂമാഫിയകൾക്കും ഇത്തരം ഹരിശ്ചന്ദ്രന്മാർക്കും. യക്ഷിയും പ്രേതവും മാടനും മറുതയുമൊന്നും ഇല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കുന്നില്ല. ദൈവം ഈ ഭൂമിയിലുള്ള കാലത്തോളം ഒരു വിപരീത ശക്തിയും കാണും. പക്ഷേ തിന്മയ്ക്ക് മേലെന്നും നന്മയ്ക്കല്ലേ വിജയം. വിശ്വസിച്ചാലും ഇതാണ് സത്യം.